പ്രാദേശിക സിനിമകൾ എല്ലാം ഇന്ന് നാഷണൽ കൾച്ചറൽ ഇവന്റുകളായി മാറുകയാണെന്ന് നടൻ കമൽഹാസൻ പറയുന്നു. കാന്താര, ദൃശ്യം തുടങ്ങിയ ചിത്രങ്ങൾ ഇന്ന് അതിർത്തികൾ കടന്ന് മറ്റു ഭാഷയിലും വലിയ ഹിറ്റാണെന്നും കമൽഹാസൻ പറഞ്ഞു. ചെന്നൈയിൽ വച്ച് നടന്ന ജിയോ ഹോട്ട്സ്റ്റാർ സൗത്ത് അൺബൗണ്ട് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കമൽഹാസൻ. മധുരയിലും മലപ്പുറത്തിലും മാണ്ടയിലും നിന്ന് വരുന്ന സിനിമകൾ ഇന്ന് റീജിയണൽ സിനിമകളല്ല. അവയെല്ലാം നാഷണൽ കൾച്ചറൽ ഇവന്റുകളാണ്. കോസ്റ്റൽ കർണാടകയിൽ നിന്ന് വരുന്ന കാന്താര പോലുള്ള സിനിമകൾ ഇന്ന് രാജ്യം മുഴുവൻ ആവേശമായി മാറുന്നു. ദൃശ്യം പോലൊരു കുഞ്ഞു മലയാളം സിനിമ അതിർത്തികൾ കടക്കുന്നു. പുഷ്പ, ബാഹുബലി പോലുള്ള സിനിമകൾ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നു. വിക്രം, അമരം പോലുള്ള സിനിമകൾ ബജറ്റിലും അതിനപ്പുറം നിരവധി കാര്യങ്ങൾ ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് തെളിയിക്കുകയും ചെയ്യുന്നെന്ന് കമലിന്റെ വാക്കുകൾ. ഹോട്ട്സ്റ്റാറിൽ ഇനി വരാനിരിക്കുന്ന പുതിയ സിനിമകളും സീരീസുകളും മറ്റു ഷോകളും ഈ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. മോഹൻലാലും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിൽ നിന്ന് 50ഓളം പുതിയ ഷോകളാണ് ഈ പരിപാടിയിലൂടെ പ്രഖ്യാപിക്കുന്നത്. ചെന്നൈയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. കമലഹാസനും ഉദയനിധി സ്റ്റാലിനും ചേർന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതേസമയം പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമായ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. ദൃശ്യം 3യുടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശം ഡിജിറ്റൽ അവകാശവും പനോരമ സ്വന്തമാക്കിയിരുന്നു. ഷൂട്ടിംഗ് പൂർത്തിയാക്കും മുമ്പ് 350 കോടി ക്ലബ്ബിൽ ചിത്രം എത്തിയിരുന്നു. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ 4 വർഷത്തിനു ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിന് കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു.